നമസ്കാരം. കുവൈറ്റ് ചൂടുകൊണ്ട് ചുട്ടുപൊള്ളുകയാണ്. 50 ഡിഗ്രി സെൽഷ്യസ് തുടങ്ങി 52 വരെ കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തുകയുണ്ടായി. ഗൾഫ് മേഖലകളിൽ കുട്ടികൾക്ക് അവധിക്കാലമായതുകൊണ്ട് തന്നെ പലരും നാട്ടിലേക്ക് തിരിക്കുന്ന സമയവും അങ്ങനെ ആശ്വാസം കണ്ടെത്തുന്ന ഒരു കാലമാണ് കടന്നു പോകുന്നത്. സ്വാഭാവികമായിട്ടും ഇവിടെ ഈ ചൂടത്ത് ഉച്ചവിശ്രമം സർക്കാർ കർശനമാക്കിയിട്ടുണ്ടെങ്കിലും രാവിലെയും വൈകിട്ടും ഒക്കെ ജോലി ചെയ്യുന്നവരെ ചൂട് നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. ഈ മരുഭൂമിയിൽ ഇതുപോലെ ചൂടത്ത് വലയുന്ന ഒരുപാട് പ്രവാസികളുണ്ട്. അവരുടെയൊക്കെ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ പോയി സമാധാനമായി കുറച്ച് കഴിയുമ്പോൾ ജീവിക്കുക എന്നുള്ളതൊക്കെ തന്നെയാണ്. പക്ഷേ ഈ ചൂടത്ത് നിന്ന് നമ്മുടെ നാട്ടിലേക്കൊന്ന് നോക്കിയാൽ അതിനേക്കാൾ ചൂടുള്ള വാർത്തകളാണ് കേൾക്കുന്നത്. ഭരണത്തിൻ്റെ സ്വാധീനം ഉപയോഗിച്ച് പല രീതിയിലുള്ള അടിച്ചമർത്തലുകൾ. ഒരു പരിധിവരെ അഴിമതി കാണിക്കുന്നവൻ നാളെ പിടിക്കപ്പെടും, ഇവരല്ലെങ്കിൽ മറ്റൊരാൾ വഴി ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ആവർത്തിക്കപ്പെടും എന്നൊക്കെ നമുക്ക് ആശ്വസിക്കാം. എന്നിരുന്നാലും എത്രത്തോളം നഷ്ടമാണ് നമുക്കുണ്ടാകുന്നത് ചോദിച്ചാൽ റേഷൻ വരെ മുടങ്ങും, പല രീതിയിലുള്ള ഗതാഗത സൗകര്യങ്ങൾ പണിമുടക്കും. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഇതിനകത്ത് വന്നു ചാടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. എന്തായാലും സർക്കാർ തലത്തിലിരിക്കുന്നവർ ഇത്തരത്തിലുള്ള അഴിമതി നടത്തിയവരെ മുന്നിൽ കൊണ്ടുവന്ന് പല രീതിയിലായിട്ട് അത് കുറയ്ക്കാൻ ശ്രമിക്കുന്നതിനെ അഭിനന്ദിക്കാം. കുവൈറ്റിൻ്റെ വികസന കാര്യങ്ങളിൽ മന്ത്രിസഭയുടെ ഇടപെടൽ വലിയ പങ്കുവഹിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞ 3 വർഷത്തിനുള്ളിൽ 3ാമത്തെ തിരഞ്ഞെടുപ്പാണ് കഴിഞ്ഞു പോയത്. ഈ ഒരു തിരഞ്ഞെടുപ്പിൽ പുതിയതായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള സാരഥികൾ പ്രവാസ ലോകത്തിരിക്കുന്നവർക്ക് ഒരുപാട് സംഭാവനകൾ നൽകുമെന്നുള്ള പ്രതീക്ഷയിലാണ് എല്ലാവരും തന്നെ. ഈ അടുത്ത കാലത്ത് നിർത്തിവെച്ചിട്ടുള്ള കുടുംബ വിസ, അതുപോലെ തന്നെ മറ്റു രീതിയിലുള്ള പല ആനുകൂല്യങ്ങളും പുതിയ മന്ത്രിസഭ വരുന്നതോടുകൂടി ലഭ്യമാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് കുവൈറ്റിലെ പ്രവാസികളും മറ്റ് സ്വദേശികളും ഒക്കെ തന്നെ. എന്തായാലും ഇവിടുത്തെ വാർത്തകളും വിശേഷങ്ങളും ഒക്കെയായി ഈ ആഴ്ചയിലെ ടൈംസ് ഓഫ് കുവൈറ്റിലേക്ക് അവർക്കും സ്വാഗതം. ജൂൺ 6 നടന്ന കുവൈറ്റ് ദേശീയ തെരഞ്ഞെടുപ്പിൽ മാറ്റം പ്രതീക്ഷിക്കുന്ന വിധിയെഴുത്തെന്നാണ് പൊതുവെ അഭിപ്രായം വിലയിരുത്തുന്നത്. കഴിഞ്ഞ 3 വർഷത്തിനുള്ളിൽ നടന്ന 3ാമത്തെ തിരഞ്ഞെടുപ്പാണ് ഇത്തവണ നടന്നത്. രാഷ്ട്രീയ സ്ഥിരത പ്രതീക്ഷിച്ചാണ് ഇത്തവണത്തെ വിധിയെഴുത്ത്. 5 മണ്ഡലങ്ങളിൽ നിന്നായി തിരഞ്ഞെടുക്കപ്പെട്ട 50 പേരിൽ പരിചയസമ്പന്നരും പുതുമുഖങ്ങളും ഒരുപോലെ സ്ഥാനം പിടിച്ചു എന്നതാണ് മറ്റൊരു പ്രത്യേകത. മുൻ സ്പീക്കർമാരായ മർസൂഖ് അൽഗാനും അഹമ്മദ് അൽ സദൂൻ എന്നിവർ മികച്ച വിജയം നേടി. 13 വനിതകൾ മത്സരത്തിനുണ്ടായിരുന്നെങ്കിലും 3ാം മണ്ഡലത്തിൽ മത്സരിച്ച ജിനാൻ ബുഷേഖ്രി മാത്രമാണ് വിജയിച്ചത്. സിറ്റിംഗ് എം പിയായ ആലിയ അൽ ഖാലിദ് പരാജയപ്പെട്ടു. 5048 വോട്ടുകൾ നേടി 6ാം സ്ഥാനത്തെത്താനും 3ാം മണ്ഡലത്തിലെ ജിനാൻ ബുഷേഖ്രിക്ക് സാധിച്ചു. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ 4301 വോട്ടുകൾ നേടിയാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. 1973 ജനിച്ച ഇവർ കുവൈറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കെമിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും നേടിയിട്ടുണ്ട്. ഈജിപ്തിൽ നിന്ന് ഡോക്ടറേറ്റും നേടിയിട്ടുണ്ട്. 2009 മുനിസിപ്പൽ കൗൺസിൽ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. ദേശീയ അസംബ്ലി ഉപദേശക പദവിയും വഹിച്ചിട്ടുണ്ട്. മാതൃരാജ്യത്തോടും അമീറിനോടും വിശ്വസ്തമായി പ്രവർത്തിക്കുമെന്നും ഭരണഘടനയുടെയും ഭരണകൂട നിയമങ്ങളെയും ബഹുമാനിക്കുമെന്നും ജനങ്ങളുടെ സ്വാതന്ത്ര്യം, താൽപ്പര്യങ്ങൾ, പണം എന്നിവ സംരക്ഷിക്കാനും സത്യസന്ധതയോടുകൂടി കർത്തവ്യങ്ങൾ നിർവഹിക്കുമെന്നും ജിനാൻ ബുഷേഖ്രി പ്രതികരിച്ചു. 2ാം മണ്ഡലത്തിൽ മത്സരത്തിനിറങ്ങിയ ആലിയ അൽ ഖാലിദിന് വിജയപ്രതീക്ഷയുണ്ടായിരുന്നെങ്കിലും പരാജയപ്പെടുകയായിരുന്നു. 13 വനിതകളാണ് ഇത്തവണ മത്സരരംഗത്ത് ഉണ്ടായിരുന്നത്. ദേശീയ അസംബ്ലിയുടെ ആദ്യ സമ്മേളനം ജൂൺ 20 നടക്കും. ഇതിനുള്ള കരട് ഉത്തരവ് മന്ത്രിസഭാ കിരീടാവകാശി ഷെയ്ഖ് മിഷാൽ അൽ അഹമ്മദ് അൽ ജാബർ അൽ സബായിക്ക് കൈമാറി. രാഷ്ട്രീയ അനിശ്ചിതത്വം അവസാനിച്ച് സുസ്ഥിര ഭരണത്തിന് വഴിയൊരുക്കാൻ പുതിയ തെരഞ്ഞെടുപ്പ് സഹായമാകുമെന്ന പ്രതീക്ഷയിലാണ് സർക്കാരും ജനങ്ങളും. വിജയിച്ചവരിൽ യുവാക്കളുടെയും പ്രൊഫഷണലുകളുടെയും സാന്നിധ്യം സുസ്ഥിര ഭരണത്തിന് സൂചനയാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. 2020 രാഷ്ട്രീയ അസംബ്ലി പിരിച്ചുവിടുകയും 2022 സെപ്റ്റംബർ 29 തിരഞ്ഞെടുപ്പ് ഭരണഘടനാ കോടതി അസാധുവാക്കുകയും ചെയ്തതോടെയാണ് രാജ്യം മറ്റൊരു തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങിയത്. 1963 രാജ്യത്തെ ആദ്യ തിരഞ്ഞെടുപ്പ് നടന്നത്. എന്നാൽ അഭിപ്രായ ഭിന്നതകളെ തുടർന്ന് അടിക്കടി പാർലമെൻറ്റ് പിരിച്ചുവിടുകയും തുടർച്ചയായ തെരഞ്ഞെടുപ്പുകൾ നടക്കുകയും ചെയ്തു. 2006 2022 ഇടയിൽ അമീർ 5 തവണയാണ് പാർലമെൻറ്റ് പിരിച്ചുവിട്ടത്. 2003 മുതൽ രാജ്യത്ത് 11 പൊതുതിരഞ്ഞെടുപ്പാണ് നടന്നത്. 2006 മുതൽ നിരവധി മന്ത്രിസഭകൾ രൂപവൽക്കരിക്കപ്പെടുകയും 3 പ്രധാനമന്ത്രിമാർ രാജിവെക്കാൻ നിർബന്ധിതരാവുകയും ചെയ്തിരുന്നു. ഇത്തവണത്തെ പുതിയ അസംബ്ലിയോടുകൂടി
ഇതിനെല്ലാം മാറ്റം വരുമെന്നാണ് സർക്കാരും സ്വദേശികളും പ്രവാസികളും വരെ പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യൻ എംബസിയും യുണൈറ്റഡ് നേഷൻസ് ഹാബിറ്റാറ്റ് ഓഫീസും സഹകരിച്ച് ശുചീകരണ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ മിഷൻ ലൈഫ് സ്റ്റൈൽ ഫോർ എൻവയോൺമെൻറ്റ് സംരംഭത്തിൻ്റെ ഭാഗമായാണ് ബീച്ച് ക്ലീനിങ് സംഘടിപ്പിച്ചത്. സുസ്ഥിരതയുടെ പ്രാധാന്യം ഊന്നിപ്പറഞ്ഞ് ഇന്ത്യൻ സ്ഥാനപതി ഡോക്ടർ ആദർശ് സൈഗ ചടങ്ങുകൾ ഉദ്ഘാടനം ചെയ്തു. പരിസ്ഥിതിയെ സംരക്ഷിക്കുന്ന ജീവിതശൈലി സ്വീകരിക്കണമെന്ന ചടങ്ങിൽ പങ്കെടുത്ത UN ഹാബിറ്റാറ്റ് GCC മേധാവി ഡോക്ടർ അമീറ അൽ ഹുസൈൻ പറഞ്ഞു. പെറു, ഇന്തോനേഷ്യ, ഘാന, അഫ്ഗാനിസ്ഥാൻ, മൊറോക്കോ, റൊമാനിയ, വിയറ്റ്നാം, കംബോഡിയ എന്നിവിടങ്ങളിൽ നിന്നുള്ള അംബാസഡർമാരും US എംബസിയിലെ നയതന്ത്ര ഉദ്യോഗസ്ഥരും കുവൈറ്റിലെ നിരവധി UN ഏജൻസികളുടെ മേധാവികളും ചടങ്ങിൽ പങ്കെടുത്തു. KKMCC, തൃശൂർ അസോസിയേഷൻ, തെലുങ്ക് കലാസമിതി, കുവൈറ്റ് തമിഴ് പീപ്പിൾസ് സർവീസ്, കുവൈറ്റ് കന്നഡ കൂട്ടായ്മ തുടങ്ങിയ നിരവധി സംഘടനകളും പരിപാടികൾക്ക് നേതൃത്വം നൽകി. Youth organizations and many Indian community associations, and this is an effort to make our surroundings clean. We started this campaign because our Prime Minister Narendra Modi, he inaugurated Mission Lifestyle for Environment, and that means that individual actions can contribute to collective sustainable lifestyles and combat climate change. കുവൈറ്റിലെ പ്രമുഖ മണി എക്സ്ചേഞ്ച് കമ്പനിയായ അൽമുസൈനി എക്സ്ചേഞ്ചിന്റെ 130ാമത് ശാഖ ഫഹാഹിരിൽ തുടക്കമായി. അൽമുസൈനി എക്സ്ചേഞ്ച് ജനറൽ മാനേജർ ഹ്യൂ ഫെർണാണ്ടസ് ചടങ്ങുകൾ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ അൽമുസൈനി എക്സ്ചേഞ്ച് ഉന്നത പ്രതിനിധികളും മറ്റ് പ്രമുഖരും പങ്കെടുത്തു. കുവൈറ്റിലെ ലുലു ഹൈപ്പർ മാർക്കറ്റ് സംഘടിപ്പിച്ച ലുലു ബ്യൂട്ടി ഡിലൈറ്റ്സ് സൗന്ദര്യ പ്രേമികൾക്കും ഷോപ്പർമാർക്കും മറ്റൊരു അനുഭവമായി. കഴിഞ്ഞ ആഴ്ച നടന്ന പ്രൊമോഷൻ ക്യാമ്പയിനിൽ ലുലു ഹൈപ്പർ മാർക്കറ്റിന്റെ ഉന്നത മാനേജ്മെന്റും മറ്റ് പ്രമുഖ വ്ളോഗർമാരും മാധ്യമപ്രവർത്തകരും പങ്കെടുത്തു. തുടർന്ന് ഉപഭോക്താക്കളുടെ അനുഭവം പങ്കുവയ്ക്കുന്നതോടൊപ്പം ലൈവ് സ്റ്റൈലിംഗ് മേക്കപ്പും നടന്നു. കുവൈറ്റിലെ 2.5 പതിറ്റാണ്ട് കാലത്തെ പ്രവാസ ജീവിതം മതിയാക്കി സ്വദേശത്തേക്ക് തിരിക്കുന്ന കുവൈറ്റിലെ സാമൂഹിക സാംസ്കാരിക മേഖലയിലെ നിറസാന്നിധ്യമായിരുന്ന മാധവൻകുട്ടി മേനോന് അമ്മ കുവൈറ്റിൻ്റെ നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകി. മാതാ അമൃതാനന്ദമയ്യയുടെ കുവൈറ്റ് സന്ദർശനത്തിലെ പ്രധാനിയും അമ്മ കുവൈറ്റിൻ്റെ സ്ഥാപകരിൽ ഒരാളുമായിരുന്ന മാധവൻകുട്ടി മേനോൻ നിരവധി സാമൂഹ്യ പ്രവർത്തനങ്ങൾ കൂടാതെ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിൽ പല ഇടപെടലുകളിലൂടെ സാധാരണക്കാരന് കൈത്താങ്ങായിട്ടുണ്ട്. യാത്രയപ്പിടങ്ങിൽ കുവൈറ്റിലെ നിരവധി കലാ, സാംസ്കാരിക, സാമൂഹിക മേഖലകളിലെ പ്രമുഖരും പങ്കെടുത്തു. My humble Shatakodi pranams at the sacred lotus feet of my most beloved Amma, Mata Amritanandamayi Devi. प्यार करते करते हम तुम कहीं खो जाएंगे इनके बहारों के आंचल में थक के सो जाएंगे प्यार करते करते. ചേഞ്ച് ഓൺലി യെസ് സർ. ആ മോളെ. ഓ പപ്പ ഫീസ് അടച്ചില്ല. ഓ ഞാനത് മറന്നു. ഇനിയിപ്പോ സർ അൽമുസൈനി ഉണ്ട്. ഫാസ്റ്റ് ആണ്. Fastest, secure, reliable. Al-Muzaini Exchange always near you. Lulu, where the world comes to shop.
Simple human kindness. Medex Medical Care, Kuwait, within your reach. കുവൈറ്റിലെ പ്രമുഖ സൂപ്പർ മാർക്കറ്റ് ശൃംഖലയായ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ UK ഫെസ്റ്റ് നടന്നു. കുവൈറ്റിലെ ബ്രിട്ടീഷ് അംബാസഡർ ഹിസ് എക്സലൻസി ബെലിൻഡോ ലെവിസ് ചടങ്ങുകൾ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ കുവൈറ്റിലെ നിരവധി പ്രമുഖരും ലുലു ഉന്നത പ്രതിനിധികളും പങ്കെടുത്തു. വിവിധ ഇനങ്ങളിലുള്ള യൂറോപ്യൻ ഉൽപ്പന്നങ്ങൾ മിതമായ കുവൈറ്റിലെ പ്രമുഖ എക്സ്ചേഞ്ച് കമ്പനിയായ അൽ മുസൈനി എക്സ്ചേഞ്ചിന്റെ 3 മാസം നീണ്ടുനിന്ന പ്രൊമോഷൻ ക്യാമ്പയിന്റെ സമാപനം ആഘോഷിച്ചു. ഓൺലൈൻ ട്രാൻസ്ഫർ ആൻഡ് വിൻ നറുക്കെടുപ്പിലൂടെ $130,000 ക്യാഷ് പ്രൈസും കൂടാതെ മെഗാ സമ്മാനമായ BMW X3 2023 ചടങ്ങിൽ സമ്മാനിച്ചു. ഇന്ത്യക്കാരനായ സലീം ഷെയ്ഖിനാണ് BMW കാർ ലഭിച്ചത്. തങ്ങളുടെ കസ്റ്റമേഴ്സിന് കൂടുതൽ ആദായകരമായ രീതിയിലും എല്ലായ്പ്പോഴും മികച്ച ഉപഭോക്തൃ അനുഭവം നൽകുന്നതാണ് ലക്ഷ്യമെന്നും വിജയികളെ അനുമോദിച്ചുകൊണ്ട് അൽ മുസൈനി എക്സ്ചേഞ്ച് ജനറൽ മാനേജർ ഹ്യൂ ഫെർണാണ്ടസ് പറഞ്ഞു. آية الله ألف مبروك the winner of the car ألف مبروك عليكم بألف عافية ونشوفكم على خير إن شاء الله والمزيني دوم قريب منكم. ഹസ്മാത്ത് ലോജിസ്റ്റിക്സ് എയർ കാർഗോ കമ്പനിയുടെ കുവൈറ്റിലെ ഫ്ലൈ ദുബായുമായുള്ള GSA ഓഫീസ് കുവൈറ്റിലെ ദജീജ് ഏരിയയിൽ തുടക്കമായി. ഫ്ലൈ ദുബായ് കാർഗോ വൈസ് പ്രസിഡന്റ് റഷീദ് അൽ ബിഷരി, ഫ്ലൈ ദുബായ് കാർഗോ റീജിയണൽ മാനേജർ വരുൺ വേണുഗോപാൽ, സേലം ഖാലിദ് അൽ ജുമൈൻ ആൻഡ് പാർട്ണർ ഗ്രൂപ്പ് തുടങ്ങിയ പ്രമുഖരുടെ സാന്നിധ്യത്തിൽ മുൻ തൊഴിൽ കമ്മ്യൂണിക്കേഷൻസ് മന്ത്രി ഖാലിദ് അൽ ജുമൈൻ ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. ചെയർമാൻ സലാം ഖാലിദ് അൽ ജുമൈൻ, മാനേജിംഗ് പാർട്ണർമാരായ ശ്രീ സിബി പോൾ, ശ്രീ ഷിബു പോൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ചൈനയിലെ പ്രമുഖ കാർ നിർമ്മാതാക്കളായ ജെറ്റൂർ നൂതനവും ഏറ്റവും സാങ്കേതിക വിദ്യകളുമടങ്ങിയ XUV ഡാഷിംഗ് കുവൈറ്റ് വിപണിയിൽ ലോഞ്ച് ചെയ്തു. കുവൈറ്റിലെ അവന്യൂസ് മാളിൽ നടന്ന ചടങ്ങിൽ ചൈനീസ് എംബസി പ്രതിനിധി ഹായുഹാൻ, ബുദാസ്റ്റൂർ ഗ്രൂപ്പ് ചെയർമാൻ നജീം ബുദാസ്റ്റൂർ, റീജിയണൽ മാനേജർ ജിൻ ഖായ്, ജെറ്റൂർ ബ്രാൻഡ് മാനേജർ റെക്സി വില്യംസ് എന്നിവർ പുതിയ XUV മോഡലിനെ കുറിച്ച് വിവരണം നൽകി. ബുദാസ്റ്റൂർ മോട്ടോഴ്സ് ആണ് കുവൈറ്റ് വിപണിയിൽ കാർ ഇറക്കുമതി ചെയ്യുന്നത്. We are going to introduce to Kuwait the new SUV, crossover SUV loaded with the latest technologies, and that is suiting for the young generation. So hopefully this is going to be a dream come true for the Jetour brand in Kuwait with dashing. പ്രവാസ ജീവിതം മതിയാക്കി നാട്ടിലേക്ക് മടങ്ങുന്ന ലേഡീസ് വിംഗ് ചെയർപേഴ്സൺ ശ്രീമതി സലീന റിയാസിന് മലപ്പുറം ജില്ലാ അസോസിയേഷൻ യാത്രയയപ്പ് നൽകി. മംഗഫ് കലാസദന ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ സംഘടനയുടെ മുഴുവൻ ഭാരവാഹികളും എക്സിക്യൂട്ടീവ് അംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു. കലാസദൻ കലാകാരന്മാർ അവതരിപ്പിച്ച സംഗീത സന്ധ്യയുണ്ടായിരുന്നു. തൃശൂർ അസോസിയേഷൻ ഓഫ് കുവൈറ്റ് വേനൽ തുമ്പികൾ 2023 എന്ന പേരിൽ സമ്മർ ക്യാമ്പ് സംഘടിപ്പിച്ചു. അബ്ബാസിയ ആർട്സ് സർക്കിൾ ഹാളിൽ നടന്ന ചടങ്ങുകൾ ഡോക്ടർ സുസോവന സുജിത്ത് ഉദ്ഘാടനം ചെയ്തു. ട്രാസ്ക് പ്രസിഡന്റ് ശ്രീ ആന്റോ പണങ്ങാട് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വനിതാവേദി ജനറൽ കൺവീനർ ഷെറിൻ ബിജു, വനിതാവേദി സെക്രട്ടറി പീന സുദർശൻ എന്നിവർ ആശംസകൾ നേർന്നു. വനിതാവേദി ജോയിന്റ് സെക്രട്ടറി വിജി ജിജോ നന്ദി പറഞ്ഞു. പരിപാടിയിൽ 150 പരം കുട്ടികൾ പങ്കെടുത്തു. നിരവധി വിജ്ഞാനവും വിനോദവും ഉൾക്കൊള്ളുന്ന ക്ലാസുകളും കളിക്കളത്തിന്റെ പ്രത്യേകതയായിരുന്നു.
തൃശൂർ അസോസിയേഷൻ ഓഫ് കുവൈറ്റ് ട്രാസ്ക് ബാഡ്മിന്റൺ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. അഹമ്മദി ഐസ്മാഷ് അക്കാദമി ബാഡ്മിന്റൺ കോർട്ടിൽ നടന്ന ട്രാസ്ക് ബാഡ്മിന്റൺ 2023 ടൂർണമെന്റ് ട്രാസ്ക് പ്രസിഡന്റ് ശ്രീ ആന്റോ വണങ്ങാടൻ ഉദ്ഘാടനം ചെയ്തു. സ്പോർട്സ് കൺവീനർ നിതിൻ ഫ്രാൻസിസ് സ്വാഗതവും കളിക്കാർക്ക് വിജയാശംസകളും നേർന്നു. 10 കാറ്റഗറികളിലായി 60ഓളം ടീമുകളുടെ വീറും വാശിയുമേറിയ പോരാട്ടങ്ങൾ നടന്നു. ചടങ്ങിൽ വിജയികളായവർക്ക് ട്രോഫികളും വിതരണം ചെയ്തു. മോളെ, ഓ പപ്പ ഫീസ് അടച്ചില്ല. ഓ ഞാനത് മറന്നു. ഇനിയിപ്പോ അൽമുസൈനി ഉണ്ട്, ഫാസ്റ്റാണ്. Fastest, secure, reliable. Al Muzaini Exchange always near you. Lulu, where the world comes to shop. Simple human kindness. Medex Medical Care, Kuwait, within your reach. നമ്മൾ ചൂട് കാലാവസ്ഥയിലൂടെയും വാർത്തകളിലൂടെയും ഒക്കെ കടന്നുപോയി. പക്ഷേ കഴിഞ്ഞ ലോക്ക്ഡൗൺ കാലത്തെ നമ്മളങ്ങ് വിസ്മരിച്ചു പോയി പൂർണ്ണമായും. ആ ഒരു സമയത്ത് വീടുകളിൽ മാത്രം ഒതുങ്ങിയിരുന്നപ്പോൾ കുട്ടികളുടെ വിരസത മാറ്റാനും അതുപോലെ സ്ത്രീ പ്രാതിനിധ്യം എങ്ങനെ കൂടുതലാക്കാം എന്നൊക്കെ വിഷയത്തെപ്പറ്റി നമ്മൾ ചർച്ചകൾ നടത്തിയിരുന്നു. ഓൺലൈനിലൂടെ ആയിരുന്നുവെങ്കിലും. പക്ഷേ അതിൽ വളരെ പ്രസക്തമായ ഒരുപാട് കാര്യങ്ങൾ പറയാനും കേൾപ്പിക്കാനും സാധിച്ചിരുന്നു. പ്രത്യേകിച്ച് കുട്ടികളുടെ അഭിരുചികൾ കണ്ടറിഞ്ഞ കാലം. അതിൻ്റെ കുറച്ച് വിശദാംശങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. ഏത് സാഹചര്യങ്ങളിലും അതിജീവനത്തിൻ്റെ പാതയിൽ സ്ത്രീകളുടെ പ്രാതിനിധ്യം വളരെ വലുതാണ്. ജുനായുടെ സംവിധാനത്തിൽ ഈ ലോക്ക്ഡൗൺ കാലത്ത് ഒരു ഡാൻസ് ഫോം നിങ്ങൾ ഉണ്ടാക്കുകയും സ്ത്രീകൾ നന്മയിലേക്ക് അല്ലെങ്കിൽ കുറച്ചുകൂടെ ചിന്തിച്ച് ശത്രുതാ മനോഭാവങ്ങൾ മാറി മനുഷ്യത്വം കുറച്ചുകൂടെ സ്ത്രീകളിലേക്ക് വരണമെന്നും ഇന്ന് ആഗോളതലത്തിൽ സ്ത്രീകൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യം വേണമെന്നൊക്കെയുള്ള മുറവിളി കൂടുന്ന കാലത്ത് സ്ത്രീകൾ പരസ്പരം ശത്രുത മറക്കണം, പരസ്പരം സ്നേഹം പങ്കുവയ്ക്കണം എന്നൊക്കെയുള്ള ഒരു ആഹ്വാനവുമായി നിങ്ങളുടെ ഒരു ഡാൻസിന്റെ കൺസെപ്റ്റ് കാണാൻ സാധിച്ചു. എന്താണ് അതിന്റെ പ്രചോദനം? ശരിക്കും പറഞ്ഞാൽ ലോക്ക്ഡൌണിൽ എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്നുള്ളൊരു ഐഡിയ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ പിന്നെ പലതും സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ കണ്ട് വരുമ്പോ നല്ലൊരു മെസ്സേജും കൂടി കൊടുക്കണം എന്നുണ്ടായിരുന്നു. പിന്നെ ഓൾവേസ് പല എക്സ്പീരിയൻസും ജീവിതത്തിൽ പല എക്സ്പീരിയൻസ് ആണ് ഇതിലേക്ക് നയിച്ചത്. സത്യം പറഞ്ഞാല് അങ്ങനെയാണ് ഈ ഡാൻസ് ഫോം, ഈ പാട്ട് കാണാൻ ഇട വന്നതും അതിന്റെ ഒരു കവർ ചെയ്യാം എന്നുള്ളൊരു ആഗ്രഹം വന്നതും. ഇപ്പോ സ്ത്രീയുടെ മിത്രമാണ് എന്നുള്ളത് പറയുന്ന മേലെ വേറൊരു നല്ലൊരു മെസ്സേജ് എനിക്ക് കൊടുക്കാൻ സത്യം പറഞ്ഞാൽ എനിക്ക് ആലോചിക്കാൻ പറ്റിയില്ല. നല്ലൊരു സ്ത്രീ സൗഹൃദം ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പം നമ്മൾ വെറുതെ ഇങ്ങനെ അസൂയ, കുശുമ്പ് അങ്ങനെയൊക്കെ സ്ത്രീകൾ തമ്മിൽ വെച്ചോണ്ടിരിക്കുന്നതിൽ നല്ലത് നല്ലൊരു സ്ത്രീ സൗഹൃദം ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ അതൊരു സൗന്ദര്യമാണ്. എന്തായാലും ഞങ്ങളുടെ എപ്പിസോഡുകളിൽ എപ്പോഴും നമ്മൾ ആഹ്വാനം ചെയ്യുന്നതും നിങ്ങളുടെ ഒരു മനോഭാവം തന്നെയാണ്. നമ്മളുടെ വളർച്ചയ്ക്കൊപ്പം മറ്റുള്ളവർക്ക് കൂടെ നന്മ ചെയ്തുകൊണ്ട് കൈത്താങ്ങാക്കിയൊക്കെ പോകുക എന്നുള്ള അസൈൻമെന്റ്സ് വന്നാൽ തന്നെ നേട്ടങ്ങൾ വേണം. അതിന്റെ കൂടെ തന്നെ നമ്മൾ മറ്റുള്ളവരെ അങ്ങോട്ട് സഹായിക്കുകയും ഉപദ്രവിക്കാതിരിക്കുകയൊക്കെ ചെയ്യുന്നതിന്റെ ആ ഒരു മനോഭാവം നല്ലതാണ്. കല്യാണത്തിന് ശേഷം നമ്മുടെ കുട്ടികളുടെ പഠിത്തം, കുട്ടികളുടെ കാര്യങ്ങള്, അതുപോലെ വീട്ടുജോലി, ഓഫീസ് ജോലിയൊക്കെ കഴിയുമ്പോൾ നമുക്ക് ഒന്നിനും സമയമില്ല എന്നൊരു തോന്നലുണ്ടാവും. പക്ഷെ ഇങ്ങനെ ഒരു നല്ലൊരു സുഹൃത്ത് ബന്ധം നമുക്ക് കിട്ടുകയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുന്ന കാര്യങ്ങൾ വരെ നമുക്ക് ചെയ്യാൻ പറ്റും. അത് എസ്പെഷ്യലി സ്ത്രീകളെ അത് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് അത് ചെയ്യിപ്പിക്കാൻ സാധിക്കുന്നത് സ്ത്രീകൾക്ക് മാത്രമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പൊതുവെ സ്ത്രീകൾ അവരുടെ സൗന്ദര്യം പ്രകടിപ്പിക്കാനും അത് കൂട്ടാനും ഒക്കെ ഒരുപാട് കോസ്റ്റ്യൂംസും പല രീതിയിലുള്ള പ്രകടനങ്ങളും ഒക്കെ നടത്തും. പക്ഷെ അത് നിങ്ങൾ ഒളിച്ചു വെക്കുന്ന ഒരു സമ്പ്രദായം എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഒന്ന് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ പോടാവെന്ന് പറയുന്ന ഒരു സ്വഭാവങ്ങളുണ്ട്. ആ നോട്ടത്തിന്റെ രീതികൾ അനുസരിച്ചാണ് എങ്കിലും സൗന്ദര്യ പ്രകടനം എന്ന് പറയുന്നത് എല്ലാ സ്ത്രീകൾക്കും ഇഷ്ടമാണ്, ഇല്ലെന്നൊക്കെ പറയുമെങ്കിലും. ഇപ്പൊ ഇതിനകത്ത് നിങ്ങളുടെ ആ ഒരു ചാരുത അല്ലെങ്കിൽ വശ്യത അല്ലെങ്കിൽ നിങ്ങളുടെ അഴകിന്റെ രഹസ്യങ്ങളൊക്കെ
മാക്സിമം എടുത്ത് കാണിച്ച് ലോകം മുഴുവൻ കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ജിജൂന, താങ്കളാണ് അതിന്റെ ക്യാപ്റ്റൻ. എന്താണ് അതിന്റെ കാര്യം? സ്ത്രീ എന്നും ഭംഗിയുള്ളവളാണ്. പക്ഷേ സാധാരണ നമ്മളിപ്പോ സീരിയലൊക്കെ കാണുമ്പോൾ എപ്പോഴും ഒരു ഭയങ്കരയും അബലയൊക്കെ ആയിട്ടാണ് കാണിക്കുക, ഭയങ്കര ഹൈറ്റ് ആയിട്ടാണ് കാണിക്കുക. അവളുടെ ശരിക്കും അഴകും ഗുണങ്ങളൊന്നും ആരും കാണിക്കാറില്ല. അപ്പൊ അതിനെയൊക്കെ എല്ലാം ഉൾക്കൊണ്ടിട്ടാണ് ഈ ഒരു ഈ പാട്ടിന്റെ വരികൾ തന്നെ അങ്ങനത്തെ ഒരുപാട് നല്ല അർത്ഥമുള്ള വരികളാണ്. ശരിക്കും അവരെഴുതിയത് വളരെ നല്ല വരികളാണ്. അതിൽ തന്നെ അഴകാണ് വർണ്ണിക്കുന്നത്. പുതിയ പുതിയ ആൾക്കാരുടെ ഉള്ളിലുള്ള കലാവാസനകളൊക്കെ ശരിയായിട്ട് വെളിയിൽ വന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. പ്രത്യേകിച്ച് കുട്ടികൾക്കിടയിൽ പിന്നെ അവർക്ക് ഒരുപാട് കഴിവുകളുണ്ട്. പക്ഷെ പലപ്പോഴും നമ്മൾ അവരെ പ്രോത്സാഹിപ്പിക്കാൻ സമയം കിട്ടാറില്ല, അല്ലെ നമുക്ക് സമയമില്ല. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പം അത് ഉള്ളിൽ കിടക്കുകയായിരുന്നു. പക്ഷെ ഇപ്പം നമുക്ക് കാണാം ഷോർട്ട് ഫിലിംസുകൾ, അതുപോലെ ഡാൻസിന്റെ വിവിധ ഫോമുകൾ, പാട്ടുകൾ, ഇങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ ലോകം ഒന്ന് ഉണർന്നിരിക്കുകയാണ്. ഇന്ന് മനുഷ്യർക്കിടയിൽ നന്മ വളർത്തണമെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച പോലെ, നിങ്ങളുടെ കൺസെപ്റ്റിൽ പറഞ്ഞതുപോലെ സ്ത്രീകൾക്ക് വലിയൊരു പങ്കുണ്ട്. പുരാണങ്ങളിലേക്ക് നോക്കിയാലും നന്മയ്ക്കായാലും തിന്മയ്ക്കായാലും സ്ത്രീകളുടെ പങ്ക് വലുതാണ്. നിങ്ങൾ സൂചിപ്പിച്ച പോലെ സ്വന്തം വീട്ടിൽ നന്മ വിതറാതെ, സ്വന്തം വീട്ടിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ എങ്ങനെ സമൂഹത്തെ നന്നാക്കാനാവും, എങ്ങനെ ആഗോളതലത്തിൽ അത് വിതറാൻ സാധിക്കും? വിട്ടുവീഴ്ച മനോഭാവം ഉണ്ടെങ്കിൽ സ്ത്രീകൾക്ക് പൊതുവെ സമാധാനവും ശാന്തിയും ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളത് വലിയ വസ്തുതയാണ്. പക്ഷെ വലിയ പാടാണ് ഈ വിട്ടുവീഴ്ച എന്ന് പറയുന്നത്. എങ്ങനെ കാണുന്നു? ഇപ്പൊ വിട്ടുവീഴ്ച എന്ന് പറയുന്നത് എല്ലാ സൈഡിൽ നിന്നും ഉണ്ടാവണം. ഒരാൾ മാത്രം എപ്പോഴും വിട്ടുവീഴ്ച ചെയ്താൽ അവിടെ സമാധാനം ഉണ്ടാവില്ല. കാരണം ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയും കൂടെ, അല്ലെങ്കിൽ ചുറ്റും ഉള്ളവരും കൂടെ, എല്ലാവരും ഒരേ രീതിയിൽ പല സന്ദർഭങ്ങളിൽ എവിടെയാണോ വിട്ടുവീഴ്ച ചെയ്യാൻ ഇതുള്ളത് അവിടെ ആള് വിട്ടുവീഴ്ച ചെയ്താൽ തീർച്ചയായിട്ടും ഉണ്ടാവും. എപ്പോഴും അങ്ങനെയാണ് ചിന്തിക്കുന്നത്. നീ വിട്ടുവീഴ്ച ചെയ്യുകയും ഞാൻ ചെയ്യാമെന്ന് പറയുന്നതാണ് ഈ പ്രശ്നം മുഴുവൻ. ഇപ്പോൾ തന്നെ താങ്കൾ രണ്ടുപേരും വന്നാലേ ഞാൻ ശരിയാവുള്ളത്. ഞാൻ എന്ത് ചെയ്യും, നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾ എങ്ങനെ വിട്ടുവീഴ്ച ചെയ്യും? അതിപ്പം ഓരോ സന്ദർഭങ്ങൾ അനുസരിച്ചിട്ടാണ്. ഇപ്പം ഞാൻ ചെയ്യേണ്ട ഒരു സന്ദർഭമാണ്, ഞാൻ ചെയ്താലേ അവിടെ സമാധാനം ഉണ്ടാവൂ എന്നൊരു പോയിന്റ് ഉണ്ടെങ്കിൽ അഞ്ജു, സന്ധ്യ അങ്ങനെ വിട്ടുകൊടുക്കാനൊന്നും തയ്യാറായിട്ടില്ല. അഞ്ജു എന്ത് പറയുന്നത്? ഈ വിട്ടുവീഴ്ച മനോഭാവം കൊണ്ട് സമാധാനം സൃഷ്ടിക്കാൻ സാധിക്കും? വിട്ടുവീഴ്ച എന്ന് പറയുമ്പോ ആ പ്രോബ്ലം അവിടെ പിന്നെയും കിടക്കുകയല്ലേ. ഞാൻ പറഞ്ഞു, എന്റെ ഒരു അഭിപ്രായത്തിൽ വിട്ടുവീഴ്ചയെക്കാളിലും നമുക്ക് വേണ്ടത് പരസ്പരം മനസ്സിലാക്കലാണ്. അങ്ങനെ ഒരു മനസ്സിലാക്കലില്ലാത്തതാണല്ലോ ഈ പ്രശ്നങ്ങൾ മുഴുവൻ ചെന്ന് അവസാനിക്കുന്നത്. എങ്ങനെ മനസ്സിലാക്കും? അതിനാണ് നമ്മൾ ഈ ഒരു കോൺസെപ്റ്റ് മുന്നോട്ട് വെച്ചത്, മിത്രങ്ങളാകുക. അതാണ് അതിന്റെ പോയിന്റ്. അതായത് നിങ്ങളുടെ കോൺസെപ്റ്റിൽ വന്നിരിക്കുന്നത് കറക്റ്റ് ആയിട്ടുള്ള പരസ്പരം മനസ്സിലാക്കാനുള്ള മനോഭാവം. അതാണ് നിങ്ങൾ പറഞ്ഞത്, സ്ത്രീകൾ പരസ്പരം ശത്രുത ഉണ്ടാക്കാൻ പാടില്ല. ഇന്ന് സമാധാനം ഉണ്ടാകണമെങ്കിൽ അമ്മായിമ്മ പോരെ, നാത്തൂൻ പോരെ എന്നൊക്കെ ഉണ്ടാവാൻ പാടില്ല. നമ്മൾ വീടുകളിൽ നിന്ന് തന്നെ അതിനുള്ള അന്തരീക്ഷം സൃഷ്ടിക്കണം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇതിൽ 1-2 പേര് സ്ഥിരം അടിയുണ്ടെന്നാണ് പറഞ്ഞത്. നിമ്മിയും അങ്ങനെയാണോ? അത് സത്യമാണ്. ഇതിപ്പോ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ വാട്ട് കൈൻഡ് ഓഫ് പേഴ്സൺ വി ആർ. ഇതിപ്പോ entirely depends upon the kind of person we are. ഒരു പക്ഷെ അത് നമ്മളെ വളർന്നു വന്ന സാഹചര്യം കൂടി അതിന് പ്രൊമോട്ട് ചെയ്യുന്നത് കൂടെ ആണെന്ന് തോന്നുന്നു. സ്ഥിരമായിട്ട് അമ്മായിമ്മ പോരുണ്ടെന്നാണോ? നാത്തുമ്പോരും അടിയുണ്ടോ? ഇല്ല. മനോഹരമായ ആ പാട്ടിന്റെ 2 ലൈനിലൂടെ നമുക്ക് ഈ ചർച്ച ആലയാ നീ തനി ഉരുള ഉയിരേ வாழ்க உலகம் காண்க
പതിപോലെ ഇന്നും സമയം അവസാനിച്ചിരിക്കുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഭരണത്തിലിരിക്കുന്നവർ മുൻ ഭരണാധികാരികളെ പല രീതിയിൽ അന്വേഷണാർത്ഥം നോട്ടമിട്ടിരിക്കുകയാണ്. EDയും CBIയും ഒക്കെ അവരുടെ വീടാന്തരം കയറി ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു പരിധിവരെ നോക്കിയാൽ അഴിമതികൾക്ക് അറുതി വരാനുള്ള സാധ്യത നമുക്ക് കാണാം. പക്ഷേ അവിടെയും ഒരു ചോദ്യം, പാവപ്പെട്ടവൻ്റെ കഞ്ഞൂടി മുട്ടുവെന്ന് റേഷൻ കടകളിൽ പോലും ചിലപ്പോൾ ഉപരോധങ്ങൾക്ക് സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. അതുമാത്രമല്ല, യുദ്ധം തിന്മയും തമ്മിലാണ്. നന്മയും തിന്മയും തമ്മിലായിരുന്നുവെങ്കിൽ ഏതെങ്കിലും ഒരു റിസൾട്ട് നമുക്ക് കിട്ടുമായിരുന്നു. ഇനി അങ്ങോട്ട് വരുന്ന ഭരണാധികാരികൾക്കോ അല്ലെങ്കിൽ സ്ഥാനമാനങ്ങൾ ഏറ്റെടുക്കുന്നവർക്കോ ചെറിയ രീതിയിലുള്ളൊരു താക്കീത് കൂടിയാവും ഇത്തരത്തിലുള്ള അന്വേഷണങ്ങൾ എന്നുള്ള കാര്യം ഉറപ്പാണ്. മാറി വരട്ടെ. നമ്മുടെ നാടിന് വികസനവും നമ്മുടെ നാട്ടിൽ സാധാരണക്കാരന് എല്ലാ സൗഭാഗ്യങ്ങളും എല്ലാ രീതിയിലുള്ള ആനുകൂല്യങ്ങളും സർവീസുകളും ലഭ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. തൽക്കാലം വിടാം. ജയ് ഹിന്ദ്. Faster, secure, reliable. Al Muzaini Exchange, always near you. Lulu, where the world comes to shop. Medex Medical Care, Kuwait, within your reach. Flywall Luxury Tourism Research Center, Kuwait City.